ഇപ്പൊ ലോകത്തില് ദൈവാത്മാവ് എന്നോട് തന്ന ദൂതി ഞാൻ മറച്ചു വെക്കാതെ പറയും. മാതാക്കളെ, നിങ്ങൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ തലമുറ കണ്ടാൽ അവരും ചെറിയ പ്രായത്തിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം. ഇപ്പം എൻ്റെ മമ്മി നാട്ടിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞാൻ കണ്ടു വളർന്ന എൻ്റെ അമ്മ, ഞാൻ ജനിച്ച സമയം തൊട്ട് ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റിയിരുന്ന് ഉപവസിക്കുന്ന മമ്മിയാണ്. ഒരു കാര്യത്തിന് വേണ്ടി ആ ഉപവാസം കോംപ്രമൈസ് ചെയ്തിട്ടില്ല എൻ്റെ മമ്മി. ഒരു കല്യാണം വന്നാൽ പോകത്തില്ല. മമ്മി പറയും, നോ, ഇന്നെൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന ദിവസമാണ്, ഇന്നെൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന ദിവസമാണ്. ഞാൻ ഓർത്ത് നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി ഉപവാസം നിർത്തുന്നു. മമ്മി പറഞ്ഞില്ല, വിവാഹം കണ്ടിട്ടേ ഉള്ളൂന്ന്. വിവാഹം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് മമ്മി ഉപവാസം നിർത്തുന്നു. മമ്മി പറയില്ല, ദൈവം എനിക്ക് 2 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയും കൂടെ ഉപവസിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്നോട് പറയാം, നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നത്. എൻ്റെ അമ്മയുടെ കണ്ണടയുന്നിടം വരെ ഉപവാസമുണ്ട്. അതാ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനും പഠിച്ചത് ഉപവാസവും പ്രാർത്ഥന എൻ്റെ മമ്മി നിന്ന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മാതാക്കളെ, നിങ്ങളുടെ കോളിംഗ് എന്താ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറയും, എന്നോട് ഒരു പർപ്പസും പറഞ്ഞിട്ടില്ല. ഇല്ല, അടുത്ത ജനറേഷൻ നിന്റെ ഉദരത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യുവർ പർപ്പസ് ഈസ് ടു റേസ് എ ജനറേഷൻ ഫോർ ഗോഡ്. ലോകത്തെ സ്നേഹിക്കാതെ ലോകത്തോട് സെപ്പറേറ്റഡ് ആയി വളർത്താൻ ഒരു തലമുറയാണ് നിങ്ങളുടെ കയ്യിൽ തന്നേക്കുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് പറയാം, നമ്മളാദ്യം സെപ്പറേറ്റഡ് ആവണം. ഗർഭിണികളായവർക്കറിയാം, ആദ്യത്തെ 3 മാസം മോർണിംഗ് സിക്നസ്സും പ്രശ്നമാ. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയുള്ള സമയമാ അല്ലേ? ഭർത്താവിൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹമൊക്കെ വേണ്ട സമയമാണ്. എന്നാൽ മേരി പറഞ്ഞു, അപ്പൻ്റെ അമ്മയുടെ സ്നേഹമല്ല എനിക്ക് വേണ്ടേ, എനിക്കൊരു അഭിഷക്തയുടെ കൂടെ താമസിക്കണം. 3 മാസം കഴിയുന്നിടം വരെ എനിക്ക് പോസിറ്റീവ് ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ, എൻ്റെ കൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, എൻ്റെ കൂടെ ആത്മാവിൽ ജാഗരിക്കുന്ന, എൻ്റെ വാഗ്ദത്തത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന, എൻ്റെ വാഗ്ദത്തത്തെ പുറത്തെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹല്ലേലൂയ ഒരു മാതാവിൻ്റെ കൂടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന യോക്കേബേദിന്റെ സാക്രിഫൈസ് ഭയങ്കരമാണ്. ഞാൻ അമേരിക്ക വന്നപ്പോഴാ, ഇവിടെയൊക്കെ അതിൻ്റെ പേരെന്താന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഈ കങ്കാരു മദർ കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു കുഞ്ഞിന് ഒരു ബാഗിനകത്തിട്ട് ഇങ്ങനെ കെട്ടി എപ്പോഴും നടക്കുന്നത്. എനിക്കും കിട്ടി എൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വിച്ച് ഇറ്റ്സ് ഹാർഡ്. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ വചനം യോക്കേബേദിനെ കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞേ, ദ മദർ ഹൂ യൂസ് ദാറ്റ് ഇൻ ദ ബൈബിൾ വാസ് യോക്കേബേദ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അല്ലെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് യോക്കേബേദിൻ്റെ കൂടെ ഒന്ന് ആ കാലഘട്ടത്തിലോട്ടൊന്ന് പൊക്കേ. തൊട്ടപ്പറേ പടയാളികൾ വന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ശബ്ദം, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ മാതാക്കൾ കരയുന്ന യോക്കേബേദ് കേട്ടോണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം യോക്കേബേദ് ഗർഭിണിയായിരുന്നു. കൊച്ചു പുറത്ത് വന്നെന്നും അറിയാം. അപ്പോൾ ഉറപ്പായിട്ടും പടയാളികൾ ഇവളുടെ വീട്ടിൽ വന്നിട്ടില്ലേ? എപ്പോഴും വരത്തില്ല. അത് ഒരു വട്ടം വന്ന് പോയോ? നോ. എവിടെയും കുഞ്ഞുങ്ങളുടെ ശബ്ദം ഉണ്ടോ എന്നറിയാൻ പടയാളികൾ രാവും പകലും ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി കറങ്ങി നടക്കുമ്പോൾ യോക്കേബേദിന് മനസ്സിലായി, കുഞ്ഞിനെ താഴെ കിടത്താൻ പറ്റത്തില്ല, നെഞ്ചോട് ചേർത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. ഒരമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിരുന്നാൽ കഴിവതും കരയത്തില്ല. എടുത്തോണ്ടിരുന്ന കരയത്തില്ല, കൊണ്ട കിടത്തിയാൽ എന്ത് ചെയ്യും? ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ ബോൺ ബേബി. അവൾ കുക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു കൂടെയുണ്ട്. മാതാക്കളെ, ഒളിപ്പിച്ച് വെക്കുന്ന ഈസി അല്ല കേട്ടോ. You have to sacrifice your sleep. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ മനസ്സമാധാനത്തോടെ? ഏത് നിമിഷവും പടയാളികൾ കടന്നു വരാം. ഹല്ലേലൂയ. തൻ്റെ തലമുറയെ പിടിച്ചുകൊണ്ട് പോകാം. യോക്കേബേദ് ഒരു തീരുമാനമെടുക്കുക, ഇല്ല, ഹല്ലേലൂയ, എൻ്റെ വാഗ്ദത്ത സന്തതിയെ ഞാൻ ഒരു പിശാചനും വിട്ടുകൊടുക്കത്തില്ല. ഇവനൊരു വാഗ്ദത്തമുള്ളവനാ, ഇവനൊരു ലീഡർ ആവേണ്ടതാ. എൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതാ. അഹരോനെ പോലെയല്ല, മിരിയാമിനെ പോലെയല്ല, ഇവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ഉറക്കം ഒരു പ്രശ്നമല്ല, എനിക്ക് എൻ്റെ ഫുഡ് കഴിക്കുന്ന എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് എൻ്റെ വാഗ്ദത്തത്തെ പുറത്തെടുക്കണം. ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാ. നിങ്ങളുടെ വാഗ്ദത്തത്തെ പുറത്തെടുക്കണമെങ്കിൽ ഹല്ലേലൂയ വാഗ്ദത്തത്തെ ചേർത്ത് പിടിക്കണം. കേട്ട് ബൈബിളിന്റെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല, വാഗ്ദത്തത്തെ ചേർത്ത് പിടിച്ച് ചിലപ്പം മണിക്കൂറുകളാവാം, ചിലപ്പം മാസങ്ങളാവാം, ചിലപ്പോൾ വർഷങ്ങളാവാം. ഹല്ലേലൂയ ചേർത്ത് പിടിച്ച് അതിനെ താത്തു വെക്കാതെ
മറ്റവരൊക്കെ നോക്കിയപ്പോൾ യോക്കെബേദിനെ കാണാനേ ഇല്ല. പുറത്തിറങ്ങുന്നില്ലെന്ന്. പുറത്തിറങ്ങിയിട്ട് പോകാൻ പറ്റുമോ? വെള്ളം കോരാൻ പോകാൻ പറ്റുമോ? നമുക്കിന്ന് എന്തൊക്കെ സൗകര്യമുണ്ട്. വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജുണ്ട്. അന്നത്തെ കാലത്ത് അത് വല്ലതും ഉണ്ടോ? വെള്ളം കോരണം, എല്ലാം ചെയ്യണം. എന്നാൽ യോക്കെബേദ് തീരുമാനം എടുക്കുന്ന എന്താണെന്നറിയോ? ശരിയാ, ഭക്ഷണം ഉണ്ടാക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി എൻ്റെ തലമുറയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ദൈവമക്കളെ, ഈ മോശയെക്കുറിച്ച് ഇന്ന് നമ്മൾ കേട്ടു. എന്നാൽ മോശയ്ക്ക് വില കൊടുത്ത ഒരു അമ്മയുണ്ട്. വില കൊടുത്തൊരമ്മയുണ്ട്. ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയാം. മാതാക്കളെ, ഇന്ന് ഇരിക്കുന്ന മാതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മമാരുടെ പ്രാർത്ഥനയല്ലേ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളെ വാക്തത്വം പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് ഈ കാണുന്ന സുഖ സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീരല്ലേ? എന്തുകൊണ്ട് ഈ ജനറേഷന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നില്ല? ഒരു ഞായറാഴ്ചത്തെ ആരാധന കൊണ്ട് വാക്തത്വ നിവൃത്തി ഉണ്ടാവത്തില്ല. ചിലപ്പോൾ 90 ദിവസം, ചിലപ്പോൾ 1 വർഷം ഉപവാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നാൽ തീരുമാനമെടുക്കണം, അപ്പാ ഞാൻ ജസ്റ്റ് റിസീവ് ചെയ്തതേ ഉള്ളൂ. ഐ ആം ഗോയിങ് ടു ഡിസൈഡ് ടു ഹൈഡ് ഇൻ യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ഇതാണ് സാംസ് 91 പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ഹൈഡിങ് ഇൻ ദ മോസ്റ്റ് സീക്രട്ട് ഹൈ പ്ലേസ്. കർത്താവിന്റെ മറവിൽ നിന്റെ വാക്തത്വമായിട്ട് മറഞ്ഞാലുണ്ടല്ലോ, ശത്രു വരത്തില്ലെന്ന്, പകൽ പറക്കുന്ന അസ്ത്രം വരത്തില്ലെന്ന്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഹല്ലേലൂയ സംഹാരകൻ നിന്റെ അടുക്ക വരത്തില്ലെന്ന്, നിന്റെ തലമുറയുടെ അടുക്ക വരത്തില്ലെന്ന്. എന്തുകൊണ്ട് ഇന്ന് ഈ ജനറേഷനിൽ പ്രശ്നങ്ങൾ വരുന്നു? മോസ്റ്റ് ഹൈ ഡ്വെല്ലിംഗ് പ്ലേസിൽ ഹൈഡ് ചെയ്യുന്നില്ല. ഇനി 3 തലമുറകളെയും കൂടെ പരിചയപ്പെടുത്തി ഞാൻ നിർത്താം.